ഹായ് എവരിവൺ. ഒരല്പ മിനിറ്റുകൾ ഒരല്പസമയം മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പോൺസ് ഷീറ്റിനെ പറ്റിയും അതോടൊപ്പം എങ്ങനെ ആൻസർ കീ ചലഞ്ച് ചെയ്യണം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണം എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് i+ഉമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈവസിയൊക്കെ ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് i+ന്റെ എയിം JRF ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതുമാണ്. അടുത്ത പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിനോ പ്രയോജനപ്പെടാൻ ആ കാര്യം ഇടയാകും. അതുകൊണ്ട് എല്ലാവിധ ആശംസകളോടുകൂടി നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കാം. മെയിൽ അയക്കേണ്ട, നിങ്ങൾ റെസ്പോൺസ് ഷീറ്റ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെയിൽ അയക്കേണ്ടത് i@i+ts.com എന്നുള്ള വിലാസത്തിലേക്കാണ്. i@i+ts.com ഇമെയിൽ ID നിങ്ങൾക്ക് തരുന്നു. i+ന്റെ i@i+ts.com. മെയിൽ അയക്കുമ്പോൾ ഏത് ഷിഫ്റ്റ് ആണ്, ഏത് സബ്ജക്റ്റ് ആണ് എന്നുകൂടി അയക്കുക. അതുപോലെ നിങ്ങൾ ഏറ്റവും വേഗം തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം അയക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുക. അടുത്ത 1-2 ദിവസങ്ങളിലേക്ക് അയക്കുന്നവർക്കായിരിക്കും എയിം JRF ടെസ്റ്റ് സീരീസ് കിട്ടുക. നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയും ഡീറ്റെയിൽസ് അയച്ചു തരികയും ചെയ്യും. 1-2 ദിവസത്തെ ഡിലേ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് https://ugcnet.nta.ac.in ugcnet.nta.ac.in ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും പോവുക. മൊബൈൽ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന പല കുട്ടികൾക്കും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൂടെ തന്നെ ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതായിരിക്കും കംഫർട്ടബിൾ എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. ഈ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാനായിട്ട് സാധിക്കും ആൻസർ കീ ചലഞ്ച് വിൻഡോ ഓപ്പൺ ഫോർ UGCNet ഡിസംബർ 2023. അതുപോലെ ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ലിങ്കിലും പോകുന്നുണ്ടാവും. UGCNet ഡിസംബർ 2023 ലോഗിൻ എന്നുള്ളത് ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാൻഡിഡേറ്റിന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ള വിൻഡോയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആപ്ലിക്കേഷൻ നമ്പരും നിങ്ങളുടെ പാസ്വേഡും ഒക്കെ കൊടുത്ത് സെക്യൂരിറ്റി പിന്നും കൊടുത്ത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്കാണ് എത്തുന്നത്. രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോം, ഫീ പേയ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് അങ്ങനെ കാണിക്കും. അതിൽ ആൻസർ കീ എന്നിങ്ങനെയുള്ളൊരു ഓപ്ഷൻ കാണും. പുതിയതായിട്ട് വന്നതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കി കഴിയുമ്പോൾ ഡാഷ്ബോർഡ്, ആപ്ലിക്കേഷൻ, മൊബൈൽ വെരിഫൈ, പേയ്മെന്റ്, ആൻസർ കീ എന്നുള്ള ലിങ്ക് ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റ് നെയിം, അത്തരം കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ചലഞ്ച് ചെയ്യാനും വ്യൂ ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആൻസർ ഷീറ്റ്, റെസ്പോൺസ് ഷീറ്റ് ലഭിക്കുന്നത് ഈ വ്യൂ എന്നുള്ള ലിങ്കിൽ നിന്നാണ്. പലർക്കും മൊബൈലിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ കോഡൊക്കെ മാത്രം കാണാൻ സാധിക്കുന്നത്. റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുകയും നിങ്ങൾക്ക് കിട്ടിയ ഈ വ്യൂ ആൻസർ കീ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊവിഷണൽ ആണെങ്കിൽ പോലും ചുരുക്കം ചേഞ്ചുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കീയിലെ കറക്റ്റ് ആൻസേഴ്സ് കമ്പയർ ചെയ്യുകയും ചെയ്താണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മുടെ പല വിദ്യാർത്ഥികൾക്കും 240 അതിലധികവും ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓൾറെഡി സ്കോർ അയച്ചവരുടെ കാര്യത്തിൽ നിന്നുകൂടി സന്തോഷം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. 240 മാർക്ക് എന്ന് പറഞ്ഞാൽ 80% JRF ഏറെക്കുറെ ഉറപ്പാണ്. പിന്നെ ഫൈനൽ റിസൾട്ടിനായിട്ട് വിദ്യാർത്ഥികൾ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. എഫക്റ്റീവായിട്ട് അടുത്ത റൗണ്ട് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും i+നോടൊപ്പം ചേരാം. i+ന്റെ ഒരു വെബിനാർ കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റെസ്പോൺസ് ഷീറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസ് ഷീറ്റ് അനാലിസിസ് നടത്തി നിങ്ങളുടെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഞാൻ നേരിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൻ്റെ അതിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് കൂടി, അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൂടെ ഈ വീഡിയോയുടെ താഴെ ചേർക്കാം. റെസ്പോൺസ് ഷീറ്റ് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം കാണാൻ സാധിക്കും. നമ്മളുടെ ക്വസ്റ്റ്യൻ ID-യും ഓപ്ഷൻ ID-കളും കാണാം. ആൻസർ കീ വരുമ്പോഴും അതിലും ഈ ഓപ്ഷൻ ID-കളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ 1 ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കീയിൽ നോക്കുക, ഒന്നാമത്തെ ചോദ്യത്തിന് ഈ ക്വസ്റ്റ്യൻ ID-ക്ക് ഏത് ഉത്തരമാണ് കറക്റ്റായിട്ട് നൽകിയിരിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്തത് അതേ ഐഡിയ 227427549113 ആണെങ്കിൽ
നിങ്ങൾക്കതിന് ശരിയാണ്. അല്ല, മറ്റേതെങ്കിലും ഓപ്ഷൻ ഐ ഡി ആണ് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ്. ഇത് അല്പം സമയമെടുക്കുന്ന പരിപാടിയാണ്, എങ്കിൽ പോലും ഇത് മസ്റ്റായിട്ട് ചെയ്യണം. കാര്യം ഈ 2 ദിവസം നിങ്ങൾ 5-ാം തീയതി വരെയാണെന്നാണ് എൻ്റെ ഓർമ്മ, 48 hours നമുക്ക് നൽകിയിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഈ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് അറിയാൻ പറ്റില്ല നിങ്ങൾ ഏത് ചോദ്യം ഏത് ഉത്തരവാണ് മാർക്ക് ചെയ്തതെന്ന്. അങ്ങനെ തെറ്റിയ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് കണ്ടെത്തി ആ വീക്ക്നെസ് മാറ്റാൻ വേണ്ടി പഠിച്ചില്ലെങ്കിൽ അടുത്ത നെറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അതേ റിസൾട്ട് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. വീക്ക് ഏരിയകൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് തിരുത്തുകയും ചെയ്യുന്നതാണ് നെറ്റ് പരീക്ഷയെ വിജയിക്കാനുള്ള വഴിയെന്ന് നിങ്ങളോട് മറന്നു പോരുതെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുന്നു. റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുകയും 1, 2, 3 ദിവസം എടുത്തിട്ടാണെങ്കിലും ഓരോ ചോദ്യവും എങ്ങനെ തെറ്റിയെന്ന് ഇഴകീറി പരിശോധിക്കുകയും അത് തിരുത്താനുള്ള എഫേർട്ട് എടുക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരാം, അടുത്ത നെറ്റ് പരീക്ഷയിൽ നിങ്ങൾ വിജയികളുടെ കൂട്ടത്തിലേക്ക് എത്തുമെന്ന്. ഈ ആക്ടിവിറ്റി മറക്കാതെ ചെയ്യുക. ഇനി ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യം വിസിറ്റ് ചെയ്യുക, ലോഗിൻ ചെയ്യുക, ആൻസർ കീ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ചലഞ്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുക്കുക, വ്യൂ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ മാർക്ക് റെസ്പോൺസ് ഷീറ്റ് കാണാം. അല്ലെങ്കിൽ ചലഞ്ച് ആൻസർ കീ നമ്മൾ മുൻപ് കണ്ട ചലഞ്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അവിടെ ക്വസ്റ്റ്യൻ ഐ ഡികൾ സീക്വൻഷ്യൽ ഓർഡറിൽ കാണും. ഏത് ചോദ്യമാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് അതിൽ ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ ഹൈലൈറ്റഡ് ഉണ്ടാവും, അത് ചലഞ്ച് ചെയ്യാനായിട്ടാവില്ല. The ID next to the question under the column correct option stand for the correct answer key to be used by NTA. അപ്പോൾ if you wish to challenge this option, ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചലഞ്ച് ചെയ്യണമെങ്കിൽ you may use any one or more of the option ID given in the next 4 column. ഇങ്ങനെ 4 കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ചെക്ക് ബോക്സുകൾ ഉണ്ടാവും, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് വരുന്ന പോലെ. അപ്പം മറ്റെന്തെങ്കിലുമാണ് ശരി ഉത്തരം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. ആഫ്റ്റർ ക്ലിക്കിംഗ് യുവർ ഡിസൈഡ് ഓപ്ഷൻ സ്ക്രോൾ ഡൗൺ, സേവ് യുവർ ക്ലെയിംസ് ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ക്രീൻ. അങ്ങനെ ഡൗട്ടുള്ള ചോദ്യങ്ങളെല്ലാം, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യേണ്ട ചോദ്യങ്ങളെല്ലാം അങ്ങനെ മാർക്ക് ചെയ്യാം. ഓരോ ചോദ്യത്തിനും പേയ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യവും ഓർക്കുക. ചലഞ്ച് ചെയ്യാനായിട്ട് യു വിൽ സീ എ ഡിസ്പ്ലേ ഓഫ് ഓൾ ദി ഓപ്ഷൻ ഐഡീസ് യു ഹാവ് ചലഞ്ച്ഡ്. You may upload supporting document in which you can select choose file and upload. അപ്പോൾ ഈ ഡോക്യുമെന്റുകളെല്ലാം കൂടെ ഒരു സിംഗിൾ ഫയൽ ആക്കുക. ഓതന്റിക് ആയിട്ടുള്ള ഗവൺമെന്റ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ റെഫറൻസ് ബുക്കുകൾ, ഇതിൻ്റെയൊക്കെ സ്ക്രീൻ ക്യാപ്ചറോ ഏത് സോഴ്സിൽ നിന്നാണ് എടുത്തതെന്ന് അതിൻ്റെ മുകളിൽ ഒരു വേർഡ് ഫയലിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. എന്തുകൊണ്ട് ചലഞ്ച് ചെയ്തു, ഇത് എവിടെ നിന്നാണ് സോഴ്സ്, എന്താണ് റീസൺ. രണ്ടാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ അതും ക്വസ്റ്റ്യൻ ഐ ഡി ഇട്ടിട്ട് അവിടെ വെക്കുക. ഈ വേർഡ് ഫയലിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഒറ്റ സിംഗിൾ PDF ഫയലായിട്ട് വേണം അപ്ലോഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 11ാമതായിട്ട് ക്ലിക്ക് ഓൺ സേവ് യുവർ ക്ലെയിം ആൻഡ് പേ ഫീസ് ഇൻ കേസ് യു വിഷ് ടു മോഡിഫൈ ദ ക്ലെയിം. മോഡിഫൈ ചെയ്ത് വീണ്ടും ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം ചലഞ്ചുകൾ കാണിക്കും, അതിനുശേഷം പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം നൽകേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പരും ഇമെയിൽ ID തന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസാന അവസരമാണിത്. ഇന്നും നാളെയുമായിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ എത്തിക്കുക. അതുപോലെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തത് രണ്ടാമതായിട്ട് i+ന് അയച്ചു തന്നാൽ i@i+ts.com സബ്ജക്ട് ലൈനിൽ നമ്മുടെ ഷിഫ്റ്റ് ഏതാണെന്നും സബ്ജക്റ്റ് ഏതാണെന്നും വെക്കുക. നിങ്ങൾക്ക് AIMJRF ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് അടുത്തൊരു 3 ഡേയ്സിനുള്ളിൽ പ്രോസസ്സ് ചെയ്ത് അയച്ചു തരും. i+ന്റെ ഓഫീസിൽ നിന്ന് അയച്ചു തരും. മൂന്നാമതായിട്ട് ഈ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ വെബിനാറിൽ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഈ റെസ്പോൺസ് ഷീറ്റ് പ്രയോജനപ്പെടുത്തി അടുത്ത പഠനത്തിന് അടിത്തറയിടാം എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുകയും നിങ്ങളുടെ ഡൗട്ടുകൾക്ക് ആൻസർ നൽകുകയും ചെയ്യാം. അപ്പോൾ നല്ല ഒരു പ്രിപ്പറേഷൻ ജേർണി ഒരു എൻഡിലെത്തി വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും 6% പേർ വിജയിക്കുന്ന പരീക്ഷയാണ്. 94% പേർ സെലക്റ്റഡ് ആകാതെ ഇരിക്കും. അപ്പോൾ അതിലൊരാളാണ് നിങ്ങളെങ്കിൽ പ്രിപ്പറേഷൻ എത്രയും വേഗം തുടങ്ങുകയും അടുത്ത സൈക്കിളിൽ ജയിക്കുകയും ഈ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജയിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.